അപ്പോൾ ഇവിടെ ഒരു കോട്ട കാണാനുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. യൂട്യൂബ് ചാനലിനൊക്കെ പൈസ കിട്ടില്ലേ? ആരെ കിട്ടാനായില്ലെന്നല്ലമ്മേ. അതെ, അയ്യോ കടല് കാണാൻ വന്നില്ലുണ്ടായി ഒത്തിരി കാണാനുണ്ട്. പറശ്ശിനി കടവ് ഇതല്ല ഇവിടെ കിട്ടും നേരെ എടാ അവിടെ ഒരു കട്ടിങ് ഉണ്ടായിന് പറയണ്ടോ. ഞങ്ങളോട് വഴി മാറിപ്പോയി ഗൈസ്. ഞങ്ങൾ അങ്ങോട്ട് പോയി, പക്ഷെ അതിലെ നോ എൻട്രി ആണ്. നോ എൻട്രി എന്നല്ല, സ്റ്റെപ്പ് ഒരു കുന്തമില്ല അവിടെ. ഇനിയിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു നടക്കണം. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിക്കാൻ നോക്കട്ടെ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. ഇനി നേരെ പറശ്ശിനി കടവിലേക്ക്. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ നിൽക്കാം, ഇരിക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കങ്ങ് പോയി. ഞങ്ങൾക്ക് ചായ കിട്ടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ നോക്കുകയാണ്. എല്ലാവരും ഒരുവിധം ഒരു കഴിഞ്ഞിട്ട് എല്ലാവരെയും കാണിച്ചു. തോർത്ത് പിടിച്ച പോരാ ഒന്ന് കട്ട് ചെയ്യാൻ കാറ് ഇതിലൊന്ന് ചുരുട്ടിയാ പോരെ. ഒരിക്കാള് അപ്പോൾ പിന്നെ നേരെ പറശ്ശിനി കടവിലേക്ക്. എന്താണെന്നറിയില്ല, ഇപ്പോൾ കൊട്ടിയൂർ പോകുന്ന ടൈം ആയതുകൊണ്ടൊക്കെ ആവാം, പിന്നെ വെക്കേഷനൊക്കെ കഴിയാനായതുകൊണ്ടും ആവാം, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് കയറി തൊഴാൻ പോലുള്ള ഒരു ഇത് കിട്ടിയില്ല. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ലേ. അതായത് മണ്ണ് പെറുക്കിയിട്ടാൽ തൂക്കൂല എന്ന് പറയൂലേ, അത്ര കണക്കിന് തിരക്കായിരുന്നു. ആ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ കൊടുത്ത് അതിലൊക്കെ നടക്കുന്ന ഒരവസ്ഥയും ഞങ്ങളുടെ അവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു.
പിന്നെ അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിക്കാൻ നോക്കി. പിന്നെ വരുന്ന വഴിക്ക് വേറെ ഏതോ ഒരു അമ്പലത്തിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് എന്നോട് മറന്നുപോയി. അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക് പോരാനായി.